സംഖ്യാപുസ്തകം 24 അധ്യായത്തിന്റെ 5-ാം വാക്യം. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. 2025 പ്രാരംഭ സഭായോഗത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുവാനുള്ള സന്ദേശം എന്നോട് സംസാരിച്ചത്, ഈ വർഷം നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തെ ഒന്ന് മനോഹരമാക്കാം. സ്തോത്രം. എല്ലാവർക്കും ഇഷ്ടമാണ് ഈ മനോഹരം എന്ന വാക്ക്. സൗന്ദര്യത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കാറുണ്ട് നാം. ഈ നമ്മുടെ എല്ലാ ആധുനിക ലോകത്തിലെ അല്ലെങ്കിൽ ഭാരതം ഉൾപ്പെടെയുള്ള എല്ലാ അല്ലെങ്കിൽ വ്യാപാര മേഖലകളിലെയും പ്രധാനപ്പെട്ട 3 ചെലവുകൾ എന്താണെന്ന് ചോദിച്ചാൽ, ബഡ്ജറ്റ് എടുത്താൽ ഒന്ന് ഭക്ഷണത്തിന് വേണ്ടി ഉള്ള ചിലവാണ്. ഭക്ഷണത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ചിലവുള്ളത്. ഇവിടെ ഇവരോട് ചോദിച്ചാൽ അവർ പറയും ഭക്ഷണത്തിനാണ് ഏറ്റവും കൂടുതൽ ചിലവാകുമെന്ന് പറയും. കഴിക്കാൻ ആളുള്ളത്തോളം കാലം ഭക്ഷണത്തിന് ഒരു ചിലവിനും കുറവില്ല. രണ്ടാമത് വലിയ ആരോഗ്യരംഗത്താണ്, മരുന്നിന് വേണ്ടിയാണ്. ഈ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് രോഗം വരുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ അടുത്ത ചിലവ് എന്തിനു വേണ്ടിയാണ്? മരുന്നിന് വേണ്ടിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, എല്ലാ ഹോട്ടലിൻ്റെയും തൊട്ടടുത്തൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. നിങ്ങൾ നടന്നു നോക്കിയാൽ മതി. അപ്പം ആരോഗ്യ പ്രശ്നങ്ങളാണ് രണ്ടാമത്തത്. മൂന്നാമത്തതാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കോസ്മെറ്റിക്കാണ്. നിങ്ങൾ ലോക വിപണിയിലെ 3ാമത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് എങ്ങനെ മുഖം മിനുക്കാമെന്നുള്ള സ്തോത്രം. സ്വഭാവമല്ല, അത് ഞാനാ പറയാൻ വരുന്നത്. എങ്ങനെ മുഖം മിനുക്കാം, 4 പേര് കണ്ടാൽ ദോഷം പറയാത്ത രീതിയിൽ എങ്ങനെ നടക്കാൻ വേണ്ടിയാണ് പണം ചിലവാക്കുന്നത്. അതിനകത്ത് വസ്ത്രം വരും, അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടും. എന്നാൽ ഇന്ന് രാവിലെ നിങ്ങളുമായി എനിക്ക് പങ്കുവെക്കുവാനുള്ളത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സൗന്ദര്യം എന്താണെന്നുള്ളതാണ്. ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനെ സൗന്ദര്യത്തോടെ സൃഷ്ടിക്കുന്നത്. ആ സൗന്ദര്യം ദൈവത്തിൻ്റെ രൂപമായിരുന്നു മനുഷ്യൻ്റെ സൗന്ദര്യം. ഹല്ലേലൂയ. അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അതേ സ്വരൂപം, ദൈവത്തിൻ്റെ അതേ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി. അവർക്ക് ലഭിച്ച ആ സൗന്ദര്യമാണ് ലോകം കണ്ട ഏറ്റവും വലിയ സൗന്ദര്യം. ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നടക്കുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. ഇതിനിടയ്ക്കാണ് ആദ്യമായി സൗന്ദര്യവർദ്ധക വസ്തുവിൻ്റെ കട തുടങ്ങിയിട്ട് പിശാച് വന്ന് പറഞ്ഞു, ഈ സൗന്ദര്യം അത്ര പോരാ, നമുക്ക് ഈ സൗന്ദര്യം ഒന്ന് എന്ത് ചെയ്യണം, കൂട്ടണം. അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ഈ പഴം ഒന്ന് കഴിച്ചാൽ മതി. നമ്മൾ കഴിക്കുന്ന പഴം പോലെ എന്തിനാ? സൗന്ദര്യം കൂട്ടാൻ വേണ്ടി, നിറം കൂട്ടാൻ വേണ്ടിയാ. കിട്ടുന്ന പഴമെല്ലാം കഴിക്കുന്നു, വാരി മുഖത്ത് തേക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നുണ്ട് സൗന്ദര്യം കൂട്ടാൻ വേണ്ടി. അങ്ങനെ പാമ്പ് വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പിശാച് പറഞ്ഞു, കുഞ്ഞെ സൗന്ദര്യം കൂട്ടാം, എന്താ ദൈവത്തെ പോലെ ആക്കി തരാമെന്ന്. ദൈവത്തെ പോലെ നടക്കുന്നവരാണ്, ദൈവ തേജസ് കൊണ്ട് നടക്കുന്നവരാ, നമുക്ക് തൃപ്തി പോരാ, ദൈവത്തെ പോലെ ആക്കാമെന്ന് പറഞ്ഞു. അവിടെയാണ് താളം തെറ്റിയത്. അവിടെയാണ് ഇന്ന് രാവിലെ ദൈവദാസൻ ഓർപ്പിച്ച സൗന്ദര്യവർദ്ധക വസ്തു. ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ, ദൈവത്തിൻ്റെ തേജസ്സിനെ മറന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് പിശാചിൻ്റെ പദ്ധതി വാരിത്തേച്ചപ്പോൾ സത്യത്തിൽ നഷ്ടപ്പെട്ടത് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമായി. അങ്ങനെ മനുഷ്യൻ വൈരൂപ്യമുള്ളവനായി മാറി. ആര് കണ്ടാലും മറയ്ക്കുന്ന ഒരു വൈരൂപ്യം. പ്രൈസ് ദി ലോർഡ്. ആ വാക്യങ്ങളാണ് ഇവിടെ കർത്താവിൻ്റെ തിരുമേശയോടുള്ള ബന്ധത്തിൽ ഉപോത്ബലകമായ ദൈവദാസന്മാർ യെശയ്യാപ്രവാചന പുസ്തകം 52-ാം അധ്യായം 14 മുതലും 53-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, പാപം മനുഷ്യൻ്റെ ദൈവതേജസ് എടുത്തു മാറ്റിയപ്പോൾ മനുഷ്യൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആകാരം നഷ്ടപ്പെട്ടു, അവൻ്റെ ആകൃതി നഷ്ടപ്പെട്ടു, അവനുണ്ടായിരുന്ന അനുഗ്രഹം നഷ്ടപ്പെട്ടിട്ട് അവൻ വൈരൂപ്യമുള്ളവനായി മാറി. ആ വൈരൂപ്യത്തിൻ്റെ ചിത്രമാണ് കാൽവറിയിൽ അവനെ കാണുന്നവർ മുഖം മറയ്ക്കത്തക്കവണ്ണം അവൻ വിരൂപനായി തീർന്നു. രണ്ടാമതൊന്ന് നോക്കുവാൻ പോലും ആർക്കും അറപ്പ് തോന്നുന്ന രീതിയിൽ യേശുവിൻ്റെ മുഖം വിരൂപമായി മാറിയത് പാപത്തിൻ്റെ വൈരൂപ്യമാണ്. ഹല്ലേലൂയ. അവനെ കാണുന്നവർ തലകുലുക്കി നിന്ദിക്കത്തക്കവണ്ണം അവന് രൂപഗുണമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് വ്യസനപാത്രമായി രോഗം ശീലിച്ചവനായി കിടക്കുന്ന യേശുവിൻ്റെ കാഴ്ച. പിതാവ് മുഖം തിരിച്ചതിൻ്റെ കാരണം ദൈവം പാപത്തിന് മുഖം കൊടുക്കത്തില്ല. യേശുവിന് നേരെയല്ല മുഖം തിരിക്കുന്നത്. യേശു കാൽവറിയിൽ മാനവജാതിയുടെ വൈരൂപ്യം ചുമക്കുമ്പോൾ അതിന് നേരെയാണ് പിതാവ് മുഖം തിരിക്കുന്നത്. ആ കാഴ്ചയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലെ, മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ്സും സൗന്ദര്യവും പുത്രത്വവും ആകാരവും അനുഗ്രഹവും ഒക്കെ വീണ്ടെടുപ്പ് പദ്ധതിയിൽ കൂടെ പൊന്നിനും വെള്ളിക്കും വിലയേറെ രത്നങ്ങൾക്കും കഴിയാതിരുന്നത് തങ്കത്തിരു രക്തത്താൽ സാധിപ്പിച്ചു തന്ന് ഇന്ന് നമുക്ക് വീണ്ടും സൗന്ദര്യമുണ്ട്.
സുന്ദരന്മാരും സുന്ദരിമാരൊക്കെ ഒരു അല്ലല്ലേ പറഞ്ഞാട്ട്. നമുക്ക് ഇപ്പോഴും അങ്ങ് അപകർഷതാ ബോധമാണ്. രാവിലെ കണ്ണാടി നോക്കിയിട്ടാ നമ്മൾ നമ്മുടെ സൗന്ദര്യം തീരുമാനിക്കുന്നത്. ദൈവമക്കളെ, വിശുദ്ധ തിരുവെഴുത്ത് മനുഷ്യന്റെ പുറമെയുള്ള സൗന്ദര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതേ ഇല്ല. അതിന്ന് രാവിലെ തിരിച്ചറിയണം. പഴയ നിയമത്തിലൊക്കെ ഉണ്ടായിരുന്നേ, അവന് കോമള രൂപിയായിരുന്നു, പവിഴ നിറമുള്ളവനായിരുന്നു. ഇയ്യോബിന് വലിയ പുത്രിമാരുണ്ടായിരുന്നു. ഭൂലോകത്തിലേക്ക് ഒരാരായിരുന്നു? സുന്ദരിമാരായിരുന്നൊക്കെ. പക്ഷേ മത്തായിയുടെ സുവിശേഷം തുടങ്ങി വെളിപ്പാട് വരെ ഒറ്റ സൗന്ദര്യത്തിൻ്റെ പേരും വേദപുസ്തകം പറയുന്നില്ല. മനുഷ്യന്റെ പുറമെയുള്ള സൗന്ദര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല വിശുദ്ധ തിരുവെഴുത്ത്. വിശുദ്ധ തിരുവെഴുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് അകത്ത മനുഷ്യന്റെ ശക്തീകരണമാണ്. ഹല്ലേലൂയ. പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഫിലിപ്പോസിനും ബർത്തലോമായ്ക്കും മത്തായിക്കും തോമസിന്റെയും സൗന്ദര്യത്തെക്കുറിച്ച് സന്നഗതി സംഘത്തിലിരുന്നവർ സാക്ഷ്യം പറഞ്ഞു. അവരുടെ സാധാരണ മനുഷ്യർ, പഠിപ്പില്ലാത്തവർ, പക്ഷെ അവരുടെ സംസാരം കേട്ടിട്ട് അവർ യേശുവിൻ്റെ കൂടെ ഉള്ളവരായിരുന്നു. അപ്പോൾ ലോകം വിധി എഴുതിയ ഒന്നാമത്തെ സൗന്ദര്യം ആദരത്തിൽ കൂടെ പുറത്തു വന്ന ദൈവവചനത്തിന്റെ ആദരത്തിൽ കൂടെ പുറത്തു വന്ന ജ്ഞാനത്തിന്റെ ആദരത്തിൽ കൂടെ പുറത്തു വന്ന ക്രിസ്തുവിന്റെ സംസാര ശൈലിയാണ് ഒന്നാമത്തെ സൗന്ദര്യം. ഹല്ലേലൂയ. രണ്ടാമത്തെ സൗന്ദര്യം മുഖത്തോട്ട് നോക്കിയാൽ ദൂതന്റെ മുഖം പോലെ ഇരിക്കണം. ഹല്ലേലൂയ. ഇവിടെ കല്ല് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരാ? ആൾക്കാർ. നീ ഒരു കുറച്ചുകൂടെ മുന്നോട്ട് പോയി നിങ്ങൾ അറിയോ, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടല്ലേ സ്തേഫാനോസിന്റെ പ്രസംഗം നീട്ടി. പണ്ടൊക്കെ ആണെങ്കിൽ ഇതായിരുന്നു പരിപാടി, ഇവിടെ ടൈമർ വെച്ചാണ് ആൾക്കാരെ ഇരുത്തുന്നത്. സ്തേഫാനോസിന്റെ കാലത്ത് ഏറ് കൊടുത്ത ഇരുത്തുന്നത്. അങ്ങനായിരുന്നു അന്നത്തെ കാലത്ത്. എറിയും, അവസാനം പ്രസംഗം ആശീർവാദമൊന്നും പറയാൻ പറ്റത്തില്ല. പാവത്താരല്ലേ ഉൽപ്പത്തി തുടങ്ങിയിട്ട് അവസാനം അബ്രഹാം മെസൊപ്പൊത്താമിൽ തുടങ്ങിയിട്ട് ശലോമോന്റെ ദേവാലയം വരെ പറഞ്ഞപ്പോഴത്തേന് നാട്ടുകാർ ആശീർവാദം പറയിപ്പിച്ചു. അങ്ങനായിരുന്നു അന്നത്തെ കാലഘട്ടം. അപ്പോൾ അവൻ്റെ മുഖത്തേക്ക് ഏറുകൊള്ളുന്ന ശരലിയ സ്തേഫാനോസിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ മുഖം ഒരു ദൂതനെ പോലെ കണ്ടു. സന്നഗതി സംഘത്തിലിരുന്നവർ ആദരത്തിൽ സൗന്ദര്യം കാണുന്നു. സന്നഗതി സംഘത്തിലിരുന്നവർ മുഖത്ത് തേജസ് കാണുന്നു. ഈ 2025 ലോകം കാണേണ്ടത് നാവിൽ നിന്ന് പുറത്തു വരുന്ന ലാവണ്യ വാക്കുകളും മുഖത്ത് വിളങ്ങുന്ന ഏറുകൊള്ളുന്ന കല്ലുകളും ശരീരം വെട്ടി നുറുങ്ങുമ്പോഴും അസ്ഥികൾ ഉടയുമ്പോഴും മാംസം പിച്ചു ചിതറുമ്പോഴും മുഖത്തെ ഭാവവ്യത്യാസമില്ലാതെ കർത്താവേ എന്ന് വിളിക്കുവാൻ അതിരമുയർത്തുന്ന ഭക്തന്മാരുടെ മുഖത്ത് വിളങ്ങുന്ന സൗന്ദര്യത്തിനായി ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതാ ദൈവമക്കളുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതാ നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇവിടെ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ മോവാബ്യ ദേശത്ത് പാർക്കുന്ന ഒരു സംഭവമാണ് സംഖ്യാപുസ്തകം 22 മുതലുള്ള അധ്യായങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത്. അവർ ഹല്ലേലൂയ ഓഗിനെയും സീഹോനെയും ഒക്കെ തോൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അമോന്യ രാജാവിനെയും ബാഷാനി രാജാവിനെയും ഒക്കെ തോൽപ്പിച്ചിട്ട് വലിയ സമൂഹമായി വന്ന് ഇപ്പോൾ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി പാർക്കുന്ന ഒരു സമയം. അവിടുത്തെ രാജാവായ ബാലാക്കിന് പെട്ടെന്നൊരു ഉൾഭീതി ഉണ്ടായി. കാള പുല്ല് നക്കി തുടയ്ക്കുന്നത് പോലെ ഈ ജനസമൂഹം നമ്മൾക്കെതിരെ യുദ്ധം ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ട് ഒരു പ്രവാചകനെ വിളിച്ചിട്ട് ഇവർക്കെതിരെ ആലോചന കൊടുത്ത് ഇവരെ ശപിക്കുവാൻ കൊണ്ടുവരുന്ന ചരിത്രം എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു പ്രവാചകനെ കൈ കിട്ടി, കാശ് കൊടുത്ത് ഒരു പ്രവാചകനെ കിട്ടി. പ്രവാചകന്റെ പേര് ബിലയാം എന്നാണ്. ആദ്യമേയൊക്കെ പുള്ളി മസിൽ പിടിച്ച് നിന്ന് ഞാൻ വരത്തില്ലെന്നൊക്കെ പറഞ്ഞു. അവസാനം ഈ പേഴ്സിന്റെ കനം കൂടുന്നതനുസരിച്ച് പുള്ളി അഭിപ്രായം മാറ്റിക്കൊണ്ടേയിരുന്നു. എത്രയോ നല്ല പ്രവാചകന്മാരുണ്ടായിരുന്ന സഭയും സംഘടനയാണ് നമ്മുടേതൊക്കെ. പക്ഷെ നമ്മൾ അവരെ വഷളാക്കിയത്. പ്രവാചകന്മാരെ ദയവ് ചെയ്ത് നിങ്ങൾ വഷളാക്കരുത്. അല്ലേ? ദേവദാസ വല്ല എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. ഞാൻ ഒരു സമയത്ത് ഇറങ്ങിയ സമയത്ത് ദൈവം കൃപാവര ശുശ്രൂഷയോടൊക്കെ വിളിച്ചിറക്കിയത്. ഇപ്പോൾ ഒന്ന് മാറ്റി വെച്ചേക്കുന്നതിൻ്റെ കാരണം നമ്മളെ കണിയാനെ പോലെ ആൾക്കാർ കാണുന്നു. വേറെ ഒന്നും അറിയണ്ട, പ്രസംഗവും കേൾക്കണ്ട, പാട്ടും കേൾക്കണ്ട. പാസ്റ്ററെ വല്ലതും വെളിപ്പെട്ടോന്നാണ് ചോദിക്കുന്നത്. എന്തോ വെളിപ്പെട്ടു അല്ലല്ല, നീ ശരിയല്ലെന്ന് വെളിപ്പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഓടി രക്ഷപ്പെടണ്ടേ? അതുകൊണ്ടല്ല അങ്ങനെ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ കാശ് കൊടുത്ത് ബിലയാമിനെ സത്യത്തിൽ ഒരു കള്ളപ്രവാചകനാക്കി മാറ്റിയത് ഈ സമൂഹമാണ്. ഹല്ലേലൂയ. ആദ്യത്തെ കൂട്ടർ വന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ദൈവത്തോടൊന്ന് ആലോചന ചോദിക്കേണ്ട കാര്യമേ ഇല്ല, വരത്തില്ലെന്ന് പറഞ്ഞതാണ്. 21 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു ഇവരുടെ കൂടെ പോകാൻ പാടില്ല. അതിലും മാന്യന്മാർ വന്നു. വരുന്നവർ മാന്യന്മാരായിരിക്കാം, പക്ഷെ ഇത് ദൈവത്തിന് മാന്യതയല്ല. വിളിച്ചവന്റെ അഡ്രസ് അല്ല വിഷയം, വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം.
ഹല്ലേലൂയ. സ്റ്റേജിൽ വിളിച്ചവരല്ല നമ്മുടെ മുഖ്യ വിഷയം, നമ്മെ വിളിച്ചവനായിരിക്കണം. ഇന്ന് ഈ പന്തലിരിക്കുന്ന സകല വിശ്വാസ സമൂഹത്തോടും നിങ്ങളുടെ കൂട്ടു സഹോദരൻ നിലയിൽ എൻ്റെ കൂട്ടു സഹോദരന്മാരായ ദൈവദാസന്മാരോട് ആത്മാവിൽ പറയുന്നു, ആരല്ല നമ്മെ വിളിച്ചെന്നല്ല വിഷയം, നമ്മെ വിളിച്ച ഒരുത്തരെ നമുക്കറിയാം. ആ വിളിക്കൊത്തവണ്ണം എല്ലാ നടപ്പിലും നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ നമുക്കൊന്ന് ഉറപ്പാക്കേണ്ട വർഷമല്ലേ. അങ്ങനെ ഇദ്ദേഹം അവസാനം ഈ കുതിര കഴുതപ്പുറത്തൊക്കെ കയറി വളരെ ആവേശത്തോടെ വരുന്ന ചരിത്രം നിങ്ങൾക്ക് അറിയാം. ചരിത്രം പറയാൻ പോയി കഴിഞ്ഞാൽ രസകരമായി പറയണമെന്നുണ്ട്, പക്ഷെ അത് ഞാൻ വിടുക. അങ്ങനെയല്ലല്ലോ ഈ അവസാനം പ്രവാചകനോട് വേറൊരു കുട്ടിപ്രവാചകനെ എഴുന്നേൽപ്പിച്ച് കഴുതയുടെ വാ തുറന്നിട്ട് ദൈവം എന്ത് പറഞ്ഞു? ദൂത് പറയിച്ചു. അപ്പോൾ ദൈവത്തിന് പ്രവചന ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഹല്ലേലൂയ ഈ ഫുൾ സ്ലീവ് ഇട്ട വെള്ള ഷർട്ട് ഇട്ട ബിലയാം വേണോ നിർബന്ധമൊന്നും ഇല്ല. ഒരു കഴുതയെ കിട്ടില്ല, ആരെന്ത് ചെയ്യും? ദൈവം ദൂത് പറയും. അതുകൊണ്ട് ഇനി നാളെ തൊട്ട് കഴുതയുടെ പറയാൻ ദൂത് കിടക്കാൻ നടക്കണ്ട. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ദൈവത്തിന് ദൂത് പറയാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചാൽ മതി. കണ്ടിട്ടുള്ള ഭക്തന്മാരിനകത്തില്ലേ, സഭയ്ക്കകത്ത് 6 വയസ്സുള്ള 7 വയസ്സുള്ള അല്ലെങ്കിൽ പാലുകുടി മാറിയ അപ്പ അമ്മ എന്ന് വിളിക്കാൻ കഴിവുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ചാടി എഴുന്നേറ്റ് അന്യഭാഷ പറഞ്ഞ് വെളിപ്പാടും ദർശനവും പറഞ്ഞൊരു ചരിത്രം നമുക്കുണ്ടായി. ഇന്ന് 50-ാമത്തെ വയസ്സിലും വെളിപ്പാട് വരാത്തുണ്ടെങ്കിൽ ആത്മാവ് വിളിച്ചു പറഞ്ഞാട്ട് ഞങ്ങളുടെ കണ്ണ് തുറന്നിട്ട് ഞങ്ങളുടെ അതിരം തുറന്നിട്ട് പെന്തിക്കോസ്തിന് മൂല്യശോഷണം വന്ന ആത്മാവിന്റെ വരങ്ങൾ, ആത്മാവിന്റെ കൃപകൾ വീണ്ടും ആലയത്തിൽ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. വെടിപൊട്ടിക്കുന്ന പോലെ ദൂതുകൾ വിളിച്ചു പറയുന്ന, മുഖം നോക്കാതെ ആലോചന പറയുന്ന കരുത്തുള്ള സഹോദരി സഹോദരന്മാർ നമ്മുടെ ആലയത്തിനകത്തുണ്ടായിരുന്നു. ദൈവസഭയ്ക്ക് അവരെ ഭയമായിരുന്നു. കാത്തിരിപ്പിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് അവരെ ഭയമായിരുന്നു. അതരത്തിൽ കൂടെ വിരൽ ചൂണ്ടിയിട്ട് കുറ്റവും കുറവും വെളിപ്പെടുത്തുന്ന എത്രയോ ദൈവദാസിദാസന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് ദൈവം നേരിട്ട് വെളിപ്പെടുത്തിയാൽ പോലും യാതൊരു കുറ്റബോധവുമില്ലാതെ, യാതൊരു ബോധവുമില്ലാതെ ശുശ്രൂഷ ചെയ്തും ആത്മീയം അഭിനയിച്ചു നടക്കുന്ന കാലഘട്ടത്തിൽ ദൈവസഭ ഇങ്ങനെയുള്ള വ്യക്തമായ വെളിപ്പാടിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. അങ്ങനെ ബിലയാം വന്നു, ബാലാക്കുമായിട്ടൊക്കെ സംസാരിച്ചു, വളരെ സന്തോഷം. ഇവരെ ഒന്ന് ശപിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ചിന്ത അതൊന്നുമല്ല. അങ്ങനെ വന്നിട്ട് ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് ഗിലെയാദ് താൻ തന്നെ പറയുന്നുണ്ട്, പ്രാർത്ഥനയൊക്കെ നല്ല ആത്മീയ രീതിയിൽ തന്നെ കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു. അതൊക്കെ അറിയാം പുള്ളിക്ക്. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് കണ്ണടയ്ക്കണമെന്നറിയാം. പിന്നെ ഹല്ലേലൂയ ശിലാഗ്രഹങ്ങളിൽ അഗ്രത്തിൽ നിന്നുകൊണ്ട് താനിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ നിരന്ന് കിടക്കുന്ന പാളയമടിച്ചിരിക്കുന്ന ഇസ്രായേൽ സമൂഹത്തിൻ്റെ 12 ഗോത്രത്തിൻ്റെ ഒരു കൊടിക്ക് ഹല്ലേലൂയ തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറായി ഹല്ലേലൂയ 3 ഗോത്രങ്ങൾ വീതം 12 ഗോത്രങ്ങൾ തമ്പടിച്ചിരിക്കുന്ന ആ കൂടാരത്തിലേക്ക് നോക്കിക്കൊണ്ട് ഹല്ലേലൂയ ബിലയാം പ്രവചിച്ച പ്രവചനമാണ് ഇതാ. ഹല്ലേലൂയ യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. ഹല്ലേലൂയ. വന്നിട്ട് ഒരാഴ്ചയേ ഉള്ളൂ. ആരെ? ഇവര് ഇവിടെ അങ്ങോട്ട് തമ്പടിച്ചിട്ട് കട്ടിച്ച് ഒരാഴ്ച തികയുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് നാം ഉദ്ദേശിക്കുന്ന പുറമെയുള്ള വീടിൻ്റെ മനോഹരമല്ല ഈ പറഞ്ഞു വരുന്നത്. നമുക്കറിയാം അവർ പണിയുന്ന കൂടാരം എന്താണെന്ന് സംഖ്യാപുസ്തകത്തിലും ലേവ്യാപുസ്തകത്തിലുമുണ്ട്. തകശു എന്ന് പറയുന്ന മൃഗത്തിൻ്റെ തോലുരിഞ്ഞിട്ട് അത് വെയിലത്തിട്ട് ഉണക്കി, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു ടാർപോളിന് വലിച്ചു കെട്ടുന്ന പോലെ 4 മരക്കം പഠിച്ചിട്ട് കുറ്റി ആടി നിന്നിറങ്ങി ആ കുറ്റിയിൽ വള്ളി കൊണ്ട് വലിച്ചു കെട്ടി അതിൽ പൊതിഞ്ഞിരിക്കുന്ന തകശു തോല് കൊണ്ടുള്ള കൂടാരങ്ങളാണ്. കണ്ടാൽ ആർക്കും ഒരു ആകർഷണതമില്ല. ഹല്ലേലൂയ. മോവാബിലെ മോലോക്കിൻ്റെ കൂടാരങ്ങളുണ്ട്, മോവാബിലെ ആഗാഗിൻ്റെ കൊട്ടാരങ്ങളുണ്ട്, മോവാബിലെ ബാലാക്കിൻ്റെ പ്രഭുക്കന്മാരുടെ ഉന്നതമായ സ്ഥാനങ്ങളുണ്ട്. അതിനൊന്നും ഇല്ലാത്ത ഒരു മനോഹരത ഇതിനെന്താണെന്ന് ഇന്ന് പകൽ തിരിച്ചറിയണം. ഞാൻ വീടിൻ്റെ വലിപ്പം, കാറിൻ്റെ വലിപ്പവും അല്ലേ നന്മയുടെ പെരുപ്പവും അല്ല പറയാൻ പോകുന്നത്. ഒരു ഭക്തൻ്റെ വീടില്, ഒരു ഭക്തൻ്റെ ശരീരമാകുന്ന, ഒരു ഭക്തൻ്റെ സഭയാകുന്ന ആലയത്തിൻ്റെ മനോഹരിത എന്താണെന്ന് ഇന്ന് പകൽ നാം തിരിച്ചറിയണം. തുറച്ചു നോക്കിയിട്ട് പറയുക, യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. ഒരു കാര്യം ഉറപ്പായി. ഹല്ലേലൂയ. അവിടെ നിന്നുകൊണ്ട് ബിലയാം കാണുന്നത് ഈ കൂടാരത്തിൻ്റെ മുകളിൽ വിരിച്ചിരിക്കുന്ന ഹല്ലേലൂയ ആ തകശുതോലല്ല കാണുന്നത്. അവൻ കാണുന്നത് അതിൻ്റെ മുകളിൽ പെയ്തിറങ്ങുന്ന ദൈവതേജസ്സാണ്. 2025 നമ്മുടെ മനോഹരം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ദൈവതേജസ്, നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം.
എൻ്റെ വീടിൻ്റെ മുകളിൽ, എൻ്റെ മേൽ, എൻ്റെ തലയ്ക്ക് മുകളിൽ, ഞങ്ങളുടെ ആലയത്തിൽ ദൈവതേജസ്, കനം കൂടിയ ദൈവതേജസ്, കട്ടിയുള്ള ദൈവതേജസ്, തിരുനിവാസത്തെ നിറച്ച, ഹല്ലേലൂയ, ശലോമോന്റെ ദേവാലയത്തെ നിറച്ച അതേ മേഘം, അതേ തേജസ് ഇന്ന് പകൽക്കാലം എൻ്റെ മേൽ പെയ്തിറങ്ങട്ടെ. ഹല്ലേലൂയ. അതാണ് നമ്മുടെ സൗന്ദര്യം. സൗന്ദര്യത്തിന് വേദപുസ്തകത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു പദം കാലോസ് എന്നൊരു പദമാണ്. കാലോസ് എന്നൊക്കെ വിളിക്കും. ആ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത മനുഷ്യന്റെ സൗന്ദര്യമാണ്, പുറത്തെ മനുഷ്യന്റെ സൗന്ദര്യമല്ല, അകത്ത മനുഷ്യന്റെ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ഇങ്ങനെ നാൾക്ക് നാൾ ക്ഷയിച്ചു പോയാലും അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലപ്പെട്ടു വരുന്നു. ഇതിനെയാ വേദപുസ്തകം വിളിക്കുന്ന സൗന്ദര്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ. ഒത്തിരി സൗന്ദര്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിലുണ്ട്. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര ആരാധനാലയം മനോഹരമാണ്. വിശദീകരണത്തിന് ആവശ്യമില്ല. ഇനി ദൈവമക്കൾ ഒരുമിച്ച് അഭിപ്രായ വ്യത്യാസമൊക്കെ മറന്ന് ഒറ്റക്കെട്ടോടെ ജീവിച്ചാൽ 133 സങ്കീർത്തനം നമ്മൾക്ക് മുന്നറിയിപ്പ് തരുന്നു, അല്ലെങ്കിൽ നമ്മളെ അനുഗ്രഹിക്കുന്നു. ഇതാ സഹോദരന്മാർ എത്തൊരുമിച്ച് വസിക്കുന്നത്, എത്ര ശുഭം, എത്ര മനോഹരം. എല്ലാം സൗന്ദര്യമാണ് വിളിച്ചു പറയുന്നു. ഇനിയും സുവിശേഷം പറയാൻ പോകുന്നതിനെ കുറിച്ച് യെശയ്യാ പ്രവാചകനും റോമാലേഖനം 10:15 പൗലോസും എടുത്തു പറയുന്നു, സുവാർത്ത ദൂതികളായി നന്മ സുവിശേഷിക്കുന്ന, പർവ്വതങ്ങളിൽ നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമാണ്. ഹല്ലേലൂയ. 130 സംഘത്തിലൊക്കെ പറയുന്നുണ്ട്, സ്തുതിക്കുന്നത്, സ്തുതി ഉചിതവും അത് മനോഹരവുമാണ്. അപ്പൊ എവിടെ മനോഹരമില്ലാത്തത്? ഇതിൻ്റെ ഒടുവിലൊരു മനോഹരിത ഉണ്ട്. അതാണ് നാം അവസാനം പറഞ്ഞ സമയമുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. 16 സങ്കീർത്തനം 5-6 വാക്യങ്ങൾ പറയുന്നു, അളവ് നൂലെനിക്ക് ഈ മണ്ണിൽ കാണാത്തതും ഇന്ന് വരെ കാണാത്തതുമായ തിളക്കമുള്ള ഒന്നിനു വേണ്ടി തമ്പുരാൻ നമ്മെ ഒരുക്കിയിരിക്കുന്നു. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരികയാണ് വേഗം. ഹല്ലേലൂയ. യാക്കോബിന്റെ കൂടാരങ്ങളെ, ഇസ്രായേലിന്റെ പാർപ്പിട സ്ഥലങ്ങളെ മനോഹരമാക്കിയ ഒരു 4-5 കാര്യം വേഗത്തിൽ പറഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പറഞ്ഞ് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒന്ന്, സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ ഇവിടെ തമ്പടിച്ചു പാർക്കുന്നിടത്ത് ഈ ബിലെയാം നിന്നുകൊണ്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തേജസ് കണ്ടു. അടുത്തത് താൻ ചെവി തുറന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, ദൈവസഭയിൽ, കുടുംബത്തിൽ, ഇനി അല്പം സാവകാശമായി നമുക്ക് പറഞ്ഞു പോകാം. ഈ വർഷം മറ്റുള്ളവർ കാണേണ്ടതും മറ്റുള്ളവർ കേൾക്കേണ്ടതും എന്താണ്? ഹല്ലേലൂയ. ഒരു 10-20 വർഷം മുമ്പാണെങ്കിൽ നമുക്ക് ഇത്ര ഭയമൊന്നുമില്ലായിരുന്നു. കാരണം എന്ന് സോഷ്യൽ മീഡിയ ഒന്നും, ഇപ്പോൾ ഹെലികോപ്റ്ററിലൊക്കെ നിങ്ങളുടെ പരസ്യം ഞാൻ കേൾക്കുന്നത് കേട്ടു. ഹല്ലേലൂയ. പറന്ന് നടക്കുകയാണ് കൊട്ടാരക്കര മേഖല. ഇതിലെ കൂടെ ഒക്കെ പോയത് ആർക്കറിയാം? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരണ്ട് പറയുന്നത് കേട്ട്, കൊട്ടാരക്കര സോണീസ് ഓൺ എയർ എന്ന് എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. അവർ നിലത്തും താഴെയൊന്നും അല്ലെന്നായിരിക്കട്ടെ. ആ ദൈവം അനുഗ്രഹിക്കട്ടെ, എന്തെങ്കിലും ആയിക്കട്ടെ, നടക്കട്ടെ, നന്നായിരിക്കട്ടെ. പരസ്യമൊക്കെ നല്ലതാണല്ലോ. ഒരു 10-20 വർഷം മുമ്പാണെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ആർക്കും ആരും എന്നും പറയാം, ആരും അറിയത്തില്ല. പ്രസംഗത്തിൽ പറഞ്ഞ എത്രയോ വിഡ്ഢിത്തരങ്ങൾ ആരും ഓർക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം മിണ്ടാൻ പറ്റുമോ? അത് ഇറങ്ങുന്നതിന് മുമ്പ് അവസാനം ഹൈലൈറ്റ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ആരോ ഇങ്ങനെ സൂക്ഷ്മദർശി കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എവിടെ വീഴ്ച, എവിടെ വീഴ്ച, എവിടെ വാക്കിൽ തെറ്റുന്നു, എവിടെ ഒരു അക്ഷരം പോയി, എവിടെ ഒരു വര പോയി എന്നൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എത്ര സൂക്ഷ്മതയോടെ ഇരിക്കണമെന്നറിയാമോ? സൗന്ദര്യം, ആത്മീക സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്ന ഒരു ഇടപാടിലും ചെന്ന് പെടരുത്. അത് വ്യക്തികളാണെങ്കിലും സഭയാണെങ്കിലും സംഘടനയാണെങ്കിലും ദേശത്തിൻ്റെ മുമ്പിൽ പരസ്യകോലമാകുന്ന സൗന്ദര്യം നഷ്ടപ്പെടുന്ന, ആത്മീയ തേജസ് നഷ്ടപ്പെടുന്ന ഒരു ഇടപാടിലും ദൈവസഭ ചെന്ന് പെടരുത്. ഹല്ലേലൂയ. ഈ ജസ്റ്റിഫൈഡ് റീസൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ന്യായീകരിക്കുക. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അത് ഞാൻ പറഞ്ഞതാ ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഏതറ്റം വരെ ഞാൻ ഒരറ്റവും പോകണ്ട, അവിടെ നിന്നാൽ മതി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് ന്യായീകരണ തൊഴിലാളികളെ അല്ല നമ്മൾ. നമുക്ക് ന്യായീകരണത്തിൻ്റെ ഒരു ആവശ്യവും ഇല്ല. നമ്മുടെ വാക്കുകൾ ഉവ്വ ആണെങ്കിൽ, നമ്മുടെ പ്രവൃത്തികൾ നേരെ ചൊവ്വയാണെങ്കിൽ ഒരു മനുഷ്യന്റെ മുമ്പിൽ തലകുനിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരു കാലഘട്ടത്തിലേക്കൊക്കെ കുണ്ടറയിലൊക്കെ ഇന്നലെ ഓർപ്പിച്ച പോലെ കിടക്കേണ്ടി വന്നേക്കാം. ഒരു കാലഘട്ടത്തിലൊക്കെ അത്ര സുഗമമായ കിടപ്പൊന്നും അല്ലായിരുന്നല്ലോ ജോസഫിന്. 83 സങ്കീർത്തനം 86 സങ്കീർത്തനൊക്കെ വായിക്കുമ്പോൾ 105 വായിക്കുമ്പോൾ കഴുത്തിൽ ചങ്ങലയുണ്ടായിരുന്നു വായിക്കുന്നു. കാലാമത്തിലായിരുന്നു. നമ്മൾ പറയും ജോസഫ് അവിടെ കറങ്ങി കിടക്കുമായിരുന്നു. പക്ഷെ കഴുത്തിൽ അല്ല ചങ്ങലയും കാലാമത്തിൽ കിടന്നപ്പോഴുമാ പുള്ളി പ്രവചനം പറഞ്ഞുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ.
സ്തോത്രമല്ലേ. എൻ്റെ വിഷയം അതല്ലല്ലോ. ഇന്ന് ഈ രാവിലെ നാം മനസ്സിലാക്കണം. അപ്പോൾ ബിലയാമിൻ്റെ ചെവിക്കകത്തോട്ട് തുളച്ചു കയറിയതും കണ്ണിലോട്ട് പതിഞ്ഞതുമായ ഇസ്രയേലിൻ്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് വേഗം പറയുമ്പോൾ എന്താണ് അവരുടെ മനോഹരമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് സ്തോത്രമല്ലിയ 23-ാം അധ്യായത്തിന്റെ സംഖ്യാപുസ്തകം 23-ന്റെ 9-ാം വാക്യം വായിച്ചാൽ, ശിലാഗ്രങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. നോക്കുക, പദം ശ്രദ്ധിക്കണം. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഈ മലയുടെ ഐ എം സ്റ്റാൻഡിങ് ഓൺ ദ പീക്ക് ഓഫ് ദറ്റ് മൗണ്ടൻ, അവിടെ നിന്നുകൊണ്ട് ശിലയുടെ അഗ്രത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവനെ കാണുന്നു. നിങ്ങൾക്ക് വല്ല മനസ്സിലായി വായിച്ചിട്ട്? പുള്ളി ഇവിടെ നിന്ന് നോക്കിയിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പം പിന്നെ അങ്ങോട്ട് അവസാനം ഇപ്പം വല്ല കുട്ടിക്കാലം കൊക്കയുടെ വക്ക് വരെ എത്തി. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ശിലയുടെ അഗ്രത്തിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് വെച്ച മൂക്കൂത്തി താഴെ വീണേന്. അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് തട്ടി അതിരെ മാറ്റിയില്ലായിരുന്നെങ്കിൽ ബിലയാമിൻ്റെ ശവമടക്കം കഴിഞ്ഞേന്. പുള്ളി ശിലയുടെ അഗ്രത്തിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, പിന്നെ അങ്ങോട്ട് മാറുന്നതുകൊണ്ട് ഞാൻ അവനെ ദർശിക്കുന്നു. ആ ദർശനമാണ് വിളിച്ചു പറയുന്നത്. ഇത് അഭിഷിക്തന്റെ ദർശനമല്ല ഞാൻ ഈ പറയുന്നത്. ഇത് പ്രവാചകന്റെ ദർശനമല്ല. ഇത് അന്യഭാഷ പറയുന്നവന്റെ ദർശനമല്ല. പണത്തിന്റെ പുറകെ പോയ ലോകക്കാരുടെ ദർശനമാണ്. അവര് പറയണം നമ്മളെക്കുറിച്ച് ഈ സാക്ഷ്യം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഇടത്തും വലത്തും ഇരുന്നവരുടെ വാക്കുകളല്ല നമുക്ക് വേണ്ടത്. സഭയിലെ പാസ്റ്റർ 3 വർഷം ഇരിക്കാൻ വേണ്ടി ചിലപ്പോൾ നല്ലതൊക്കെ പറഞ്ഞേക്കാം. അല്ലല്ലേ, പാസ്റ്ററെ പിണക്കണ്ടല്ലോ, 3 വർഷം കഴിയുമ്പോൾ പോയി കിട്ടുമല്ലോ എന്നോർത്ത് നിങ്ങൾ നല്ല കാര്യമൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ ഇതങ്ങനല്ലല്ലോ. ഹല്ലേലൂയ. ഇവരുമായി യാതൊരു കടപ്പാടുമില്ലാത്ത, ബാധ്യതയില്ലാത്ത ഒരുവൻ അതരത്തിൽ കൂടി ഇങ്ങനെ പറയണമെങ്കിൽ അവൻ കണ്ടതെന്താണ്, അവൻ കേട്ടതെന്താണ്? ഈ പന്തൽ വിട്ട് പുറത്തിറങ്ങുമ്പോൾ ലോകം കാണേണ്ടതും ലോകം കേൾക്കേണ്ടതും ഇതിൽ കുറഞ്ഞതായിരിക്കരുത്. ഞാൻ അവരെ കുറിച്ച് എന്ത് കാണുന്നു, എന്ത് ദർശിക്കുന്നു? അടുത്ത വാക്ക്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. ഞാൻ ഇവരെ കാണുന്നു, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു. എത്രയോ വർഷമായി കേൾക്കുന്ന പ്രസംഗമായത്. അതുകൊണ്ട് നിങ്ങൾക്കിത് പുതുമയും പുത്തരിയും ഒന്നുമല്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. പക്ഷേ അതിനോട് ചേർത്ത് പറയുന്നു, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ഹല്ലേലൂയ. ആ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുത്തുന്ന പറഞ്ഞാൽ ആരുമായി സഹകരിക്കത്തില്ലെന്നോ ആരുടെയും വീട്ടിൽ പോകത്തില്ലെന്നുള്ള അർത്ഥമല്ലല്ലോ. 2 സംസ്കാരത്തിൽ ജീവിക്കുന്നവർ. ഹല്ലേലൂയ. മോവാബിന്റെ മണ്ണിൽ കുറ്റിയടിച്ചിരിക്കുമ്പോഴും മോവാബിയ സംസ്കാരം തലയ്ക്ക് പിടിക്കാത്ത ഒരു സമൂഹമായി അവർ ഒറ്റപ്പെട്ട് താമസിക്കുന്നു. കൊട്ടാരക്കര മണ്ണിൽ പാർക്കുമ്പോൾ പുനലൂരോ അഞ്ചലോ അല്ലെങ്കിൽ നിലമേലോ ചടയമംഗലോ അറിയത്തില്ല. ഇവിടെയുള്ള 20 സെന്ററിന്റെ കീഴിലുള്ള ദൈവദാസിദാസന്മാരാണല്ലോ. നിങ്ങൾ പാർക്കുന്ന മണ്ണിന്റെ സ്വാധീനം നിങ്ങളിൽ ചെലുത്താതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആത്മീയരെയ ഈ കാലഘട്ടത്തിന് ആവശ്യം. കുടിക്കുന്നത് ഇവിടുത്തെ പച്ചവെള്ളം, കഴിക്കുന്നത് ഇവിടുത്തെ ആഹാരം, ധരിക്കുന്നത് ഇവിടുത്തെ വസ്ത്രം, സഞ്ചരിക്കുന്ന ഇവിടുത്തെ വാഹനത്തിൽ. പക്ഷെ ഇതിന്റെ മേന്മയും മഹിമയും ഒന്നും അകത്ത് വേരിറങ്ങാത്ത ഭക്തന്മാരെ ഈ കാലഘട്ടത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധി എന്ന് പറയുന്നത് പെന്തിക്കോസുകാരൻ്റെ അഭിമാനം. എന്ത് രസമാണെന്നറിയാം. വെള്ള 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 എന്തോ രസം ഇരിക്കുന്ന കാണാൻ തന്നെ. എനിക്കൊന്നും ഞാൻ മാത്രമേ ഉള്ളൂ കറപ്പം തോന്നുന്നു പാൻറ്റിട്ടേക്കുന്നത്. ബാക്കി ഒരുമാതിരി എല്ലാവരും ആരാ അകോ ഇതുപോലാണെങ്കിൽ എന്തോ ഒരു സന്തോഷമായിരുന്നു. ഹല്ലേലൂയ. എത്ര സന്തോഷം. ആ ചിരിയും സന്തോഷവും കയ്യടിയും പാട്ടും. ഇപ്പം കർത്താവ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ വെറുതെ ആയി പോവല്ലോ. എല്ലാം അങ്ങനെ ഒരു ആവേശത്തിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷണം തന്നെ വിശുദ്ധിയാണ്. തെരഞ്ഞെടുത്ത് എന്തിനാ? എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞിട്ട് എന്നെ തെരഞ്ഞെടുത്ത് എന്തിനാ? ഹല്ലേലൂയ. സഭയുടെ പാസ്റ്ററാകാൻ, മേഖലയുടെ പാസ്റ്ററാകാൻ, ഹല്ലേലൂയ, ജനറലോ എന്തോ ആയിക്കോട്ടെ, അതിനൊന്നും അല്ല നമ്മളെ തെരഞ്ഞെടുത്തത്. നമ്മളെ തെരഞ്ഞെടുത്തത് എഫേസ്യർ 1:4 വാക്യം, നിങ്ങൾ അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുമ്പ്, അപ്പനും അമ്മയും അറിയുന്നതിന് മുമ്പ്, ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിക്കുന്നതിന് മുമ്പ്, ദൂതന്മാർ ഇല്ലാതിരുന്ന കാലത്ത് അനാദി നിത്യനായ ദൈവം മാത്രമുള്ളപ്പോൾ, പിതാവ് പുത്രൻ മാത്രം പരിശുദ്ധാത്മാവ് മാത്രമുള്ളപ്പോൾ സ്വർഗം തീരുമാനിച്ചു, ഞാൻ തിരഞ്ഞെടുക്കുക. ഇവരെ എന്തിനാ തിരഞ്ഞെടുക്കുന്നത്? ഇവർ മണ്ണിൽ വിശുദ്ധരായി ജീവിക്കാൻ. നാൽക്കാലിയെ പോലെ നാട് നിങ്ങളെ ഓടി നടന്നിട്ട് നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നവരെ അല്ല ദൈവത്തിന് വേണ്ടത്. ഞാൻ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന മനുഷ്യനിൽ എന്നിലെ ശ്വാസം, എന്നിലെ അംശം ഊതുന്നത് അവൻ എന്നെ പോലെ വിശുദ്ധനായിരിക്കണം. നമ്മുടെ തിരഞ്ഞെടുപ്പ് വിശുദ്ധിക്ക് വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. ഇനി നമ്മുടെ നടപ്പ് എങ്ങനെ ആയിരിക്കണം? 2 കൊരിന്ത്യർ 7:1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഈ എല്ലാ വാക്തത്വം വേർപാടിൻ്റെ ദൂതൊക്കെ പറഞ്ഞിട്ട് ദൈവഭയത്തിൽ എന്ത് ചെയ്തോണം? ഓരോ ദിവസത്തെ നമ്മുടെ ലക്ഷ്യം വിശുദ്ധി എങ്ങനെ തികയ്ക്കാം. പെർഫെക്റ്റിംഗ് ഹോളിനെസ്.
ഹല്ലേലൂയ. എങ്ങനെ വിശുദ്ധി തികയ്ക്കാം? 2024 ജനുവരി മാസം 5-ാം തീയതിയിൽ എടുക്കേണ്ട തീരുമാനം, ഈ മാസം, ഈ ദിവസം, ഈ വർഷം എങ്ങനെ വിശുദ്ധിയുടെ മാറ്റ് വർദ്ധിപ്പിക്കാം. ഹല്ലേലൂയ. ഈ വർഷം എങ്ങനെ വിശുദ്ധിയുടെ മാറ്റ് വർദ്ധിപ്പിക്കാമെന്ന് ഒരച്ച് തേച്ചു മിനുക്കി കഴുകി ദാവീദിന്റെ ഭാഷയെ പറഞ്ഞാൽ ഈ സോപ്പ് കൊണ്ടോ ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, കഴുകിയാണെങ്കിലും എന്നെ ഒന്ന് നന്നായി കഴുകണം. ദൈവമക്കളെ, കരിക്കട്ട കാണാത്തവരാരും ഇല്ലല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഏത് സോപ്പിട്ട് കഴുകിയാൽ കരിക്കട്ടയ്ക്ക് നിറം കിട്ടും? എനിക്കൊന്ന് പറഞ്ഞു തരണേ. കരിക്കട്ട ഉരച്ച് നോക്കി തേച്ച് നോക്കി എന്തെടുത്താലും കരിക്കട്ടയായിട്ട് ഇരിക്കും. പക്ഷെ അതിനെ എവിടെ നിന്നെടുത്തോ അവിടേക്ക് തിരിച്ചിട്ടാൽ അതിന് സ്വർണ്ണ നിറമായി മാറും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? വിശുദ്ധി എവിടെയാ കിട്ടുന്നത്? വിശുദ്ധിയിൽ നിന്നേ കിട്ടത്തുള്ളു. കരിക്കട്ട തീക്കകത്തായിരുന്നു, പുറത്തെടുത്തപ്പോഴാ നിറം മങ്ങിയത്, അത് കരിയായി മാറിയത്. അതിനെ തേച്ചു മിനുക്കി ഉരച്ചാലും കരിക്കട്ട മാറത്തില്ല, കരി മാറത്തില്ല, നിറം മാറത്തില്ല. പക്ഷെ എടുത്ത തീക്കകത്ത് തിരിച്ചിട്ടാൽ ഒരു നിമിഷം കൊണ്ട് അതിന് സ്വർണ്ണ നിറമായി മാറും. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകും? നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം, നിങ്ങളെ തിരഞ്ഞെടുത്തവനൊത്തവണ്ണം ഇന്ന് രാവിലെ അവനിലേക്ക് മടങ്ങ്. നമ്മുടെ നിറം മാറ്റുന്ന, നമ്മുടെ വില മാറ്റുന്ന, നമ്മുടെ ഗുണം മാറ്റുന്ന ദൈവകൃപയുടെ അളവിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വിശുദ്ധിയിൽ, ദൈവഭയത്തിൽ വിശുദ്ധി തികയ്ക്കണം. 2025 നിങ്ങളുടെ ലക്ഷ്യം എന്താ? പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വരും, എല്ലാവരും ലക്ഷ്യങ്ങളൊക്കെ കൊണ്ടുവരും, എഴുതി വെച്ചുകൊണ്ട്. അതൊക്കെ പറയാൻ പോയി നിങ്ങളും പണങ്ങും ഞാനും പണങ്ങും. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. ഏതായാലും ഒന്ന് എഴുതി വെച്ചാൽ ഈ വർഷം 2024 വിശുദ്ധനായിട്ട് ജീവിക്കാൻ ഒന്ന് ശ്രമിക്കും. ഹല്ലേലൂയ. അതിന് ഞാൻ 2 കൊരിന്ത്യർ 6:14 തൊട്ട് അവിശ്വാസികളുമായി ഇണയില്ല പെണ കൂടരുത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. അവരോട്ട് വേറൊന്നുമല്ല പറഞ്ഞത്, ആത്മീയം ചോർത്തിക്കളയുന്ന ബന്ധത്തിലും ബന്ധനത്തിലും എത്തിച്ചേരരുത്. ഹല്ലേലൂയ. ദേവാലയവും വിഗ്രഹവും കൂട്ടിക്കുഴയ്ക്കരുത്. അർത്ഥം, ദൈവസഭയ്ക്കകത്ത് ഒരു ജഡത്തിൻ്റെ വിഗ്രഹങ്ങളും മാനുഷിക വിഗ്രഹങ്ങളും ദൈവസഭയ്ക്കകത്ത് പാടില്ല. ഹല്ലേലൂയ. ഇരുട്ടും വെളിച്ചവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാം കമ്മിറ്റി ദൈവസഭയ്ക്കകത്ത് ഉണ്ടാക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിനെയും ബലിയാലിനെയും നമ്മെ കൂട്ടിച്ചേർക്കുന്ന എന്ന് പറഞ്ഞാൽ, ഞായറാഴ്ച രാവിലെ, ഇനി നമ്മുടെ മേഖലാ കൺവെൻഷൻ്റെ അളവ് വെച്ച് പറയാം, രാവിലെ 8 മണി തൊട്ട് 12 മണി വരെ ക്രിസ്തു, 12:30 തൊട്ട് ബലിയാൽ. വേണ്ട, നമുക്ക് 365 ദിവസവും ക്രിസ്തുവിൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്ന ഒരു ആത്മീയത്തിനായി കൊതിച്ചാട്ടും. അങ്ങനെ ദൈവഭയത്തിൽ വിശുദ്ധി എന്ത് ചെയ്യണം? തികയ്ക്കണം. ഒടുവിൽ നമ്മളെ തിരഞ്ഞെടുത്തത് വിശുദ്ധരായി ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയെ തികയ്ക്കണം. ഒടുവിൽ നമ്മളെ കൊണ്ടു നിർത്തുന്നത് യൂദ 1:24-25, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമയുള്ള സന്നിധിയിൽ കളങ്കമില്ലാത്തവരായ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവനെ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്തുകൊണ്ട് ജീവിക്കണം. അവിടെ ചെല്ലുന്നതും വിശുദ്ധരായിട്ടായിരിക്കും നമ്മൾ. കാരണം കർത്താവ് വരുന്നത് വിശുദ്ധരെ ചേർക്കാൻ. അപ്പം ഇവിടെ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ, അതാ നമ്മുടെ മനോഹരം. ഇവൻ കണ്ടുപിടിക്കുകയാണ്, കാരണം കണ്ടുപിടിക്കുകയാണ്. എന്താ യാക്കോബിൻ്റെ കൂടാരം മനോഹരമായത്? എന്താ ഇസ്രായേലിൻ്റെ നിവാസങ്ങൾക്ക് ഇത്ര ശ്രേഷ്ഠത? അവർ വേർപാടുള്ളവരാണ്. അപ്പം ഇന്ന് പകൽ എല്ലാവരും ഏറ്റു പറഞ്ഞാട്ട്, വേർപാടാ ഞങ്ങളുടെ സൗന്ദര്യം. പെന്തിക്കോസുകാരൻ്റെ സൗന്ദര്യം കെട്ടിപ്പൊക്കുന്ന മണിമന്ദിരങ്ങളല്ല. പെന്തിക്കോസുകാരൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവരുടെ ജീവിതയാത്രയുടെ ആഡംബരങ്ങളല്ല. ദൈവസഭയുടെ സൗന്ദര്യം, പെന്തിക്കോസുകാരൻ്റെ സൗന്ദര്യം, പെന്തിക്കോസുകാരൻ്റെ മനോഹരിത വേർപാടും വിശുദ്ധിയാണ്. നമ്മളെ കണ്ട പറയണം പെന്തിക്കോസുകാരാണ്. അത് മീറ്റിംഗ് പ്ലേസിലാണെങ്കിലും മാർക്കറ്റ് പ്ലേസിലാണെങ്കിലും, അല്ലെങ്കിൽ യോഗ സ്ഥലത്താണെങ്കിലും പള്ളിയിലാണെങ്കിലും ചന്തസ്ഥലത്താണെങ്കിലും ആൾക്കാർ സാക്ഷ്യം പറയണം, ഇവൻ ഉപദേശിയാണ്. ഹല്ലേലൂയ. പണ്ട് ചങ്ങനാശ്ശേരി കാവുംഭാഗത്ത്, ചങ്ങനാശ്ശേരിയിലെ കാവുംഭാഗം കണ്ടേ അല്ല, കേട്ടിട്ടുള്ള കഥയാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഹല്ലേലൂയ. തിരുവല്ല ആട്ടോ പാസ്. ഇങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ഉപദേശി പിള്ളേർ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച സമയത്ത് ഇനി സംഘടനയൊക്കെ പറഞ്ഞ് അവരെന്നെത്തല്ലോ, അതുകൊണ്ട് ഞാൻ അത് വിടും. അവരിങ്ങനെ സൈക്കിളിൽ അങ്ങ് വൈകുന്നേരം പരസ്യവും കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ഒരു മദ്യപനായ ഒരു മനുഷ്യൻ്റെ ആവേശം, പിള്ളേർക്ക് പിടിച്ച് 4 കൊടുക്കാമല്ലോ എന്ന്. അങ്ങനെ ഒരുത്തന്നെ സൈക്കിളെ പിടിച്ച് നിർത്തിയിട്ട് ഉപദേശത്തെ തല്ലി, അമ്മമാരെല്ലാം കൂടെ എടുത്തിട്ട് തിരിച്ചു തല്ലി. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഓർത്ത് ഉപദേശിയാന്ന് ഓർത്താ തല്ലിയത്. ഇതുപോലൊരു സംഭവം പാസ്റ്ററെ കർണാടകയിലുണ്ടായിട്ട്. അവിടെ സ്നാനം നടന്നുകൊണ്ടിരിക്കുകയാണ്.
എന്നെ ആയാലും അവരെങ്ങനെ അവിടുന്ന് കടത്താനൊക്കെ ശ്രമിച്ചു, കാരണം പ്രശ്നമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങോട്ട് ഓടുന്നു. അപ്പോൾ ഞാൻ ഓർത്തെന്തോ അടിയാണ്. അപ്പോൾ അവർ പറയില്ല, ഞങ്ങൾ ചെന്നില്ലെങ്കിൽ അവരെ തല്ലുമെന്ന്. അപ്പോൾ നോക്കണം, നമ്മുടെ ആ വിശുദ്ധിയുടെ ഒരു മാനദണ്ഡം നോക്കണം. പുറമേ ഉള്ളവർ പറയണം നമ്മൾ വിശുദ്ധരാണ്. തിമത്തിയോസിനോട് പൗലോസ് പറയുക, പാസ്റ്ററോടാ പറഞ്ഞ കേട്ടോ, അല്ലാതെ കൊച്ചു വിശ്വാസിയോടല്ല. എഫെസോസ് സഭയിലെ പാസ്റ്ററായിട്ട് പോകുക. അവിടെ ചെന്നിട്ട് ഗുണ്ടായുസം കാണിക്കരുത്. അവിടെ ചെന്നിട്ട് ഹല്ലേലൂയ ലോകമോഹത്തിനൊത്ത് ജീവിക്കരുത്. ദൈവസഭയിൽ ചെന്നിട്ട് മാന്യമായിട്ട് ശുശ്രൂഷിച്ചോണം. അത് 3 വർഷമോ 30 വർഷമോ ആകട്ടെ. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം? വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. 1 തിമത്തിയോസ് 4:12. ഹല്ലേലൂയ, എൻ്റെ മകനെ തിമത്തിയോസേ, എഫെസോസ് സഭയുടെ പാസ്റ്ററായിട്ട് പോകുക. നീ അവിടെ ചെന്നിട്ട് ഹല്ലേലൂയ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. എങ്ങനെയാ? വാക്കിലും നടപ്പിലും സ്നേഹത്തിലും പ്രവൃത്തിയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. ദൈവസഭയുടെ ശുശ്രൂഷകന്മാർ, ദൈവസഭയിലെ വിശ്വാസികൾ, കുടുംബങ്ങൾ, ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായിരിക്കണം. നമ്മെക്കുറിച്ച് ദൈവം സാക്ഷ്യം പറയണം, മനുഷ്യരും സാക്ഷ്യം പറയണം, നമുക്ക് തന്നെ ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിൽ പോയിരുന്നോട് ഒരു സാക്ഷിയൊക്കെ ഒന്ന് പറഞ്ഞാട്ട്, സഭായത്തിന് വന്നിട്ട് 1.5 മണിക്കൂറത്തെ സാക്ഷ്യം കത്തിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ, ഈ കണ്ടോ ഈ മനുഷ്യനെ കണ്ടോ, ഹല്ലേലൂയ. അപ്പോൾ ആരും കേൾക്കത്തില്ലല്ലോ, കണ്ടോ ഈ മനുഷ്യനെ കണ്ടോ. ദൈവത്തിൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി ജീവിപ്പാൻ ദൈവം കൃപ തന്നല്ലോ. ഇയ്യോബിനെ നോക്കി എന്താ ദൈവം പറഞ്ഞത്? എൻ്റെ ദാസൻ ഇയ്യോബിനെ പോലെ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകന്നവൻ, യഹോഭക്തൻ ഈ ഭൂമിയിൽ ആരുമില്ല. ദൈവം നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയട്ടെ. പൗലോസൊക്കെ 1 തെസ്സലോനിക്കർ എനിക്ക് തോന്നുന്നു 4:5, 10, 2:10 എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഞങ്ങൾ പ്രസംഗിച്ച വചനത്തിന് ദൈവം സാക്ഷി. ഹല്ലേലൂയ, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എത്ര പവിത്രമായി നടന്നു എന്നതിന് ദൈവം സാക്ഷി. പ്രസംഗിക്കാൻ മാത്രമല്ല, ഞങ്ങളെ വീട്ടിൽ കയറ്റി താമസിക്കാനും കൊള്ളാവുന്നു. ഹല്ലേലൂയ, സാക്ഷ്യം ഉണ്ടായിരിക്കണം. അപ്പം വിശുദ്ധിയാണ് നമ്മുടെ മാനദണ്ഡം. ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പം ഈ സൗന്ദര്യം എന്ന് പറയുന്നത് യാക്കോബിൻ്റെ കൂടാരത്തെ മനോഹരമാക്കിയത് വേർപെട്ട ജീവിതമാണ്. 2024 അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് പോയാട്ടെ. രണ്ടാമത് 23:21 വാക്യം സംഖ്യ, അവിടെ 4 കാര്യങ്ങൾ നമുക്ക് കാണാം. യാക്കോബിൽ തിന്മ കാണാനില്ല. ആ മലയാളം ഭാഗത്ത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് വളരെ രസകരമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന തിന്മയല്ല. ഹല്ലേലൂയ, യാക്കോബിൽ ഹല്ലേലൂയ അകൃത്യം കാണാനില്ലെന്ന് എഴുതിയിരിക്കുന്നത്. ദർ ഇസ് നോ ഇനിക്വിറ്റി സീൻ ഇൻ, ഹല്ലേലൂയ, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പം തിന്മ കാണാനില്ല. എന്ത് കാണാനില്ല? തിരിച്ചും മറിച്ചും കയറി നോക്കിയാൽ, കൂടാരത്തിനകത്ത് ഇടത്തും വലത്തും നോക്കിയാൽ അകൃത്യത്തിൻ്റെ ഒന്നും ആ വീട്ടിലില്ല. അതാ മനോഹരം. ഹല്ലേലൂയ. എന്താ ദൈവമക്കളെ നമ്മുടെ മനോഹരത? അകൃത്യമില്ല. 2, യാക്കോബിൽ ഇസ്രയേൽ കഷ്ടത ദർശിപ്പാനും, ആ കഷ്ടതയ്ക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിക്കഡ്നസ് എന്ന പദമാണ്. ദുഷ്ടത കാണാനില്ലെന്നാണ്. നമ്മൾ ഇത് രണ്ടും കേട്ട് അയ്യോ ഞങ്ങൾ ഈ കഷ്ടതയില്ലല്ലോ, അയ്യോ പാസ്റ്ററെ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്നും കഷ്ടത. ആ കഷ്ടതയല്ല ഈ പറയുന്നത്. ദുഷ്ടതയില്ല, ദോഷമില്ല. ഇനി എന്താ ഉള്ളത്? ഇനി കൂട്ടത്തിലുള്ളത് ദുഷ്ടതയും ഇല്ല, ദോഷമില്ലെങ്കിൽ പിന്നെ 2 കാര്യമുണ്ട്. എന്തൊക്കെയുണ്ട്? അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. അപ്പൊ കഷ്ടതയില്ല, ദുഷ്ടതയില്ല, അല്ലെങ്കിൽ ദോഷമില്ലാത്തിടത്ത് ആരുണ്ട്? ദൈവം ഉണ്ടെന്ന്. ഈ തകശുകോല് കൊണ്ട് തിരിച്ചിരിക്കുന്ന കൊച്ചു കൂടാരത്തിനകത്ത് പാർക്കുന്ന ഒരുവനെ അവൻ കണ്ടു. ഹല്ലേലൂയ. നിങ്ങളുടെ കഴിവും മിടുക്കും ഡ്രൈവിങ്ങിന്റെ സാമർഥ്യം ഒന്നും കൊണ്ടുമല്ല കണ്ണിന് നേരെ വന്ന അപകടങ്ങൾ തട്ടിമാറിയത്. പകൽ പകർക്കുന്ന അസ്ത്രത്തിന് മൂർച്ചയില്ലാഞ്ഞിട്ടോ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിക്ക് കഴിവില്ലാഞ്ഞിട്ടോ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകന്റെ ആരോഗ്യം കുറഞ്ഞിട്ടോ അല്ല, നിങ്ങളുടെ കൂടെ യഹോവയുണ്ടായിരുന്നു. ഓ റബ ശഖനാദിയ, യഹോവ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ഒരിക്കൽ അബ്രഹാമിന്റെ കൂടാരത്തിന്റെ വാതിക്കലേക്ക് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഓടി വന്ന് പറയുന്നു, യഹോവ ഇവിടെയുണ്ട്, സത്യം, നീ ഒരു ദൈവത്തിന്റെ പ്രഭുവാ. അതെ, ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഉറപ്പാക്കണം, ദൈവം വീട്ടിലുണ്ടെന്ന്, ദൈവ സാന്നിധ്യം വീട്ടിലുണ്ടെന്ന്, ദൈവകൃപ നമ്മുടെ വീടിനകത്തുണ്ട്. അതാ നമ്മുടെ മനോഹരം. യേശു എൻ്റെ കൂടെ. ഈ വർഷം ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും യേശു എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഓ റബ സത്തുര. എത്ര പേർക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ പറ്റും? ഹല്ലേലൂയ. എൻ്റെ ഭർത്താവ് എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ഭാര്യ എന്നെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും, മക്കൾ പറയുന്നത് കേട്ടാലും ഇല്ലെങ്കിലും, വീട്ടുകാർ നാട്ടുകാർ കൂട്ടത്തോടെ മാറി നിന്നാലും, സഭക്കാർ കൈത്താങ്ങൽ തന്നില്ലെങ്കിലും, യേശു എൻ്റെ വീട്ടിൽ.
യേശുവിൻ്റെ വീട്ടിൽ, യേശുവിൻ്റെ സഭയിൽ, യേശുവിൻ്റെ കൂടെ, യേശുവിൻ്റെ പ്രവൃത്തിയിൽ യഹോവ ഞങ്ങളോട് കൂടെയുണ്ട്. യേശുവിൻ്റെ കൂടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ ഒരു ധൈര്യമൊക്കെ നമുക്ക് തരുന്നത് എത്ര ബലമെന്നറിയാമോ? യേശു നമ്മുടെ കൂടെ. അടുത്ത ഭാഗം ഒന്നുകൂടെ വിശദീകരിക്കണമുണ്ട്. ആ ഭാഗത്തേക്ക് പോകുക. അടുത്ത വാക്ക്, നാലാമത്തെ കാര്യം. രാജകോലാഹലവും അവരുടെ മധ്യയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നതാ രാജാവിനുള്ള കോലാഹലം എന്ന അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അവിടെ യഹോവയുള്ളത് കൊണ്ട് യഹോവയെക്കുറിച്ചുള്ള സംസാരം അവിടെ ഉണ്ട്. ഷൗട്ട് ഫോർ ദ കിങ് ഈസ് ദെയർ എന്ന രാജാവിനുള്ള മഹത്വം അവിടെയുണ്ട്. സത്യ ആരാധന ഉള്ളതാണ് നമ്മുടെ മനോഹരം. ഞാനിവിടെ വന്നിട്ട് ഏറ്റവും എൻജോയ് ചെയ്തത് പാട്ടും കയ്യടിയും ഒക്കെ. എനിക്ക് വളരെ സന്തോഷമായിരുന്നു കാണാൻ. എന്ത് രസമെന്നറിയോ? നമ്മൾ ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത് നല്ലതായിരുന്നു, എന്നാലും പോട്ടെ, നന്നായിരുന്നല്ലോ. കൈയൊക്കെ അടിച്ച് നൃത്തമൊക്കെ ചെയ്ത് നല്ല പാട്ടാണ് പാടിക്കൊണ്ടിരുന്നത്. എന്തിനാ ഈ പ്രൊഫഷണൽ പാട്ടുകാരെയൊക്കെ വിളിക്കുന്നത്? നിങ്ങളെ പൊക്കി പറയുന്നില്ല, നന്നായിരുന്നു കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൊഫഷണൽ പാട്ടുകാർക്ക് വരുമ്പം അവർക്ക് ഇതെല്ലാം ശരിയായില്ലെങ്കിൽ പാട്ട് വരത്തില്ല. അവർ ശരിയായില്ലെങ്കിൽ നമുക്കും പാട്ട് വരത്തില്ല. അവസാനം പിന്നെ ആൾ വരത്തുമില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കാട്ടിയൊക്കെ നല്ലത് നമ്മുടെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ അവർ നമ്മുടെ കൂടെ പാടുമ്പം അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷമാണ്. എത്ര മനോഹരമായിട്ട് അർത്ഥമുള്ള പാട്ടുകൾ. ഇന്ന് രാവിലെ ഇന്ന് ഇവിടെ എനിക്ക് പഴയ പാട്ടുകളെ അറിയത്തുള്ളൂ. എല്ലാം രസമായിരുന്നു, അർത്ഥസമ്പുഷ്ടമായ പാട്ടുകൾ. കർത്താവെ തിരിച്ച് അങ്ങോട്ട് പോയില്ലെങ്കിലും സ്വർഗത്തിലൊന്ന് പോയാൽ മതി എന്നൊക്കെ അങ്ങ് തോന്നി. അല്ലെങ്കിൽ എന്തോ ഒരു രസമായിരുന്നു അറിയാം. ഞാൻ പറഞ്ഞു വന്നത്, രാജകോലാഹലം നമ്മുടെ നടുവിൽ വേണം. വീട്ടിനകത്ത് ആരാധന വേണം, സഭയ്ക്കകത്ത് ആരാധന വേണം. കൺവെൻഷനൊക്കെ അല്ലേ പ്രോഗ്രാം എടുത്ത കുറ്റമൊന്നും പറയുന്നില്ല, അതുകൂടെ പറഞ്ഞോണമെന്നുണ്ടായിരുന്നു, വിടുക. ഹല്ലേലൂയ. കഴിവതും പ്രോഗ്രാം വെട്ടി കുറയ്ക്കണം. ഒരു 1/2-3 മണിക്കൂർ പ്രസംഗം, ബാക്കി പാട്ട്, പ്രാർത്ഥന, ആത്മീക വിഷയം ദൈവസഭയുടെ മുഖ്യമായി മാറണം. ഒരു സംഘടനയാകുമ്പോൾ, സമൂഹമാകുമ്പം നമ്മളെല്ലാവരെയും എല്ലാം ഉൾക്കൊള്ളണം. അതൊക്കെ ശരിയാണെങ്കിലും 1-ാം സ്ഥാനം ആരാധനയ്ക്ക് കൊടുക്കണം. 2025 കുടുംബത്തിനകത്ത് ആരാധന വെളിപ്പെടണം. സഭയെ വന്നിട്ട് തമ്പേറിൻ്റെയും ഡ്രമ്മിൻ്റെ സൗണ്ട് കേട്ടിട്ട് കൈകൊട്ടാനിരിക്കാതെ വീട് ആരാധന സ്ഥലമായി മാറണം. എന്താ വീടിൻ്റെ മനോഹരം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബാലാക്ക് അത്ര മണ്ടനാണെന്ന്? എവിടോ പാർക്കുന്ന ഒരു പ്രവാചകന് കൊണ്ടുവന്ന് സഞ്ചി നിറച്ച് കാശ് കൊടുക്കാൻ ബാലാക്ക് അത്ര ഭോഷനൊന്നുമല്ല. ബാലാക്കിനറിയാം, നീ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെടും, നീ ആരെങ്കിലും ശപിച്ചാൽ. അത് അറിയാവുന്നത് കൊണ്ടാണ് പുള്ളി കാശ് മുടക്കാൻ ബിസിനസ്സിന് ഇറങ്ങിയത്. പക്ഷേ ആ കാശിന് പോലും കാര്യം സാധിക്കാഞ്ഞതിൻ്റെ കാരണം ഇവിടെ വെളിപ്പെട്ട ആരാധനയാണ്. ബിലെയാം നടന്നു വന്നിട്ട് അതരത്തിൽ കൂടെ ശാപം വരേണ്ട സ്ഥാനത്ത് ആ അതരത്തെ ദൈവം തിരുത്തി എഴുതിയത് ഈ ഇവിടെ മുടങ്ങിയ രാജാവിന്റെ കോലമാണ്, അല്ലെങ്കിൽ കോലാഹലമാണ്. എത്ര പേർ വിളിച്ചു പറയും, എൻ്റെ വീട്ടിൽ, എൻ്റെ സഭയിൽ സത്യാരാധന വെളിപ്പെട്ടാൽ ആ ഉറഞ്ഞുതുള്ളുന്ന അശുദ്ധ ശക്തികൾ, പട്ടണഭൂതങ്ങൾ ഒന്നിനും ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയെ മുന്നേറ്റം വേണോ? സഭയ്ക്കകത്ത് ആത്മീയ അഭിവൃദ്ധി വേണോ? കുഞ്ഞുങ്ങളുടെ ഭാവി വർദ്ധിക്കണോ? കുറുക്ക് വഴിയൊന്നുമില്ല. ഒരുമിച്ച് കൂടിയിരുന്നൊന്ന് ആരാധിച്ചാട്ട്, അത്യുന്നതിനെ ഒന്ന് വാഴ്ത്തിയാട്ട്. അന്തരീക്ഷം മാറുന്നത് നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. അശുദ്ധ ശക്തികൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ബാലിന്റെ ബലിപീഠങ്ങളും അശേരയുടെ പ്രതിഷ്ഠകളും സത്യാരാധനയ്ക്ക് മുമ്പിൽ തകർന്നു മാറിയെങ്കിൽ 2025 കുടുംബത്തിനകത്ത് വെളിപ്പെടുന്ന സത്യ ആരാധന, സഭയിൽ മുഴങ്ങുന്ന സത്യ ആരാധന, സംഘടനയിൽ ആത്മാവിൽ ആരാധിച്ചാൽ കെട്ടിപ്പൊക്കിയിരിക്കുന്ന സകല അശുദ്ധ ശക്തികളും അത് ആട്ടിപ്പായിക്കപ്പെടുമെന്ന് ആത്മാവിൽ ദൂത് പറയുന്നു. ഹല്ലേലൂയ. രാജകോലാഹലം, രാജാവിന് സ്തുതി, രാജാവിന് സ്തുതി, യേശുവിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. സത്യാരാധന വെളിപ്പെട്ട മാത്രം മതി. സഭയിലെ പ്രശ്നമാണോ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. പ്രത്യേകിച്ചും അല്ലെങ്കിൽ ഈ കമ്മിറ്റി മാറി മാറി കൂടി രാത്രി 12 വരെ ഒന്നും ഇരിക്കൊന്നും വേണ്ട.
നല്ലൊരു ഉപവാസ പ്രാർത്ഥന വെച്ചിട്ട് കൈയടിച്ച് ഞായറാഴ്ച മതി. ഹല്ലേലൂയ. ഏതായാലും സഭയെ പ്രാർത്ഥനയല്ലേ, ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കുത്തിപ്പൊക്കാൻ നമ്മൾ ഇരിക്കുമ്പോഴത്തേന് ആ 21 പിന്നെ ഒന്ന് 40 മതി, തന്നെ അങ്ങ് തളർന്നോളും. ഹല്ലേലൂയ. 2025 ഒന്ന് പരീക്ഷിച്ച് നോക്കിയാട്ട് ആലയത്തിനകത്ത് ആരാധന വെളിപ്പെടട്ടെ, നമ്മുടെ തലമുറ കാണട്ടെ. അയ്യോ, ഡാഡിയും മമ്മിയും കമ്പ് കൊണ്ട് കുത്തി നാട്ടിയ ഹല്ലേലൂയ വിരിച്ചിരിക്കുന്ന ഈ കൊച്ചു ടാർപോളിന്റെ കീഴിൽ ഹല്ലേലൂയ പിശാചിന്റെ നാക്ക് കയറിയില്ലെങ്കിൽ, പിശാചിന്റെ വാക്ക് കയറിയില്ലെങ്കിൽ ഇവിടെ മുഴങ്ങിയത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സത്യാരാധനയ്ക്കായി ഈ ദിവസങ്ങളിൽ ദൈവസഭയൊന്ന് ഒരുങ്ങണം. അതിൽ കുറഞ്ഞ് നമുക്കൊന്ന് വേണ്ട. പാട്ടും ആരാധനയും ഈ 2025 ഒരു ഒത്തിരി അങ്ങ് ഇമ്പോർട്ടൻസ് കൊടുത്താട്ടെ ഈ ആരാധനയ്ക്ക്. ഞാൻ മുന്നോട്ട് പോകുകയാണ്. എന്താണ് നമ്മുടെ കൂടാരത്തെ മനോഹരമാക്കുന്നത്? മൂന്നാമത്തെ കാര്യം 23-ന്റെ 22 വാക്യം. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. കാട്ടുപോത്തിന് തുല്യമായ, ഇവര് പറഞ്ഞ ഈ പുള്ളി ഇവർക്കിട്ട പേരെന്താണ്? കാള പുല്ല് നക്കുന്ന പോലെ. അപ്പൊ ഏകദേശം ഒരു വെളിപ്പാട് ആർക്ക് കിട്ടി? ബാലാക്കിന്. കണ്ടാൽ ഒരു കൊച്ചു കാളയുടെ ഒക്കെ കൂടെ ഇരിക്കുന്നു, പക്ഷെ സത്യത്തിലെ വെളിപ്പാട് ഇത് കാട്ടുപോത്താണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നിങ്ങളത് ഓർത്തോണം. നിങ്ങളുടെ വീടിൻ്റെ മനോഹരത എന്ന് പറയുന്നത് നിങ്ങളുടെ ഉൾക്കരുത്താണ്. ഹല്ലേലൂയ. നിങ്ങളുടെ നടപ്പും നിങ്ങളുടെ ഭാവവും നിങ്ങളുടെ പാട്ടും ഒക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് അറിയണം അകത്ത് എന്തോ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. വെന്റിലേറ്ററിലാണ് ഹല്ലേലൂയ IV ഒക്കെ കണക്ട് ചെയ്തായിരിക്കും കിടക്കുന്നത്, പക്ഷേ അകത്തൊന്നും ചെയ്യണം പറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കാലത്തിനും കാലപ്പഴക്കത്തിനും മായ്ക്കാൻ കഴിയാത്ത, മങ്ങിക്കാൻ കഴിയാത്ത എന്തോ ഒരു ഉൾക്കരുത്ത് നിങ്ങളുടെ അകത്തുണ്ട്. ഈ ദിവസം ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നും പറയുന്നു, ആ അകത്ത മനുഷ്യനൊന്ന് പുറത്തിറങ്ങട്ടെ. അകത്ത മനുഷ്യനൊന്ന് പുറത്തിറങ്ങട്ടെ. ഈ ശരീരം മറന്ന്, ഭാഷ മറന്ന്, സാഹചര്യം മറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്കവണ്ണം ഉൾക്കരുത്തിനെ ഇന്ന് രാവിലെ പുറത്തെടുക്കുന്നവർക്കായി സ്തോത്രം. കാട്ടുപോത്തിന് തുല്യമായ ആത്മബലം, ഇത് അകത്ത നിക്ഷേപത്തിന്റെ ബലമാ. നിങ്ങളുടെ അന്യഭാഷയുടെ ബലമാ ഇത്. നിങ്ങളുടെ കയ്യടിയുടെ ബലം അകത്ത മനുഷ്യന്റെ ബലമാ. ഹല്ലേലൂയ. എന്താണ് ഹല്ലേലൂയ? പൗലോസ് പറഞ്ഞു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരാ, പക്ഷെ ഇടുങ്ങിയിരിക്കാൻ ഞങ്ങളെ കിട്ടത്തില്ല. ഞങ്ങൾ വീണ് കിടക്കുന്നവരാ, പക്ഷെ തകർന്നു പോകാൻ ഞങ്ങളെ കിട്ടത്തില്ല. ഞങ്ങൾ ഉപദ്രവം ഏൽക്കുന്നവരാ, ക്ഷീണിച്ചു പോകാൻ ഞങ്ങളെ കിട്ടത്തില്ല. ഈ ഒരു അത്യന്ത ശക്തി ഞങ്ങളുടെ അകത്ത് വെച്ചിട്ടുണ്ട്. അത് നിക്ഷേപമായിട്ട് ഞാൻ കൊണ്ടു നടക്കുക. അത് എവിടെ ചെലവാക്കണമെന്ന് എനിക്കറിയാം. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ വേഗം അവസാനിപ്പിക്കാം. ഒരു പാട്ട് പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കണമല്ലോ.